വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. യമനിൽ നിന്ന് ആശ്വാസ വാർത്ത. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന യമൻ സർക്കാരിന്റെ ഉത്തരവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അയച്ചു നൽകി. നാളെ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അനിശ്ചിതമായി നീട്ടി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ വധശിക്ഷ നീട്ടിയതുമായി പുറത്തുവന്ന രേഖയുടെ ആധികാരികതയിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത്. പുതുക്കിയ വധശിക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്ന് യമൻ സർക്കാർ. അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിലുണ്ട്. യമൻ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുമായും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇടപെടലുകൾക്ക് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷപ്രിയയുടെ കുടുംബവും നന്ദി അറിയിച്ചു. അങ്ങനെ കുറച്ച് വിശ്വസിക്കാണ്. ഒരിക്കലും അങ്ങനെ രാജ്യത്തെ എല്ലാ മക്കളും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരായിരം നന്ദി പറയാണ് എനിക്ക്. And at this point I want to thank some people from the bottom of my heart. Governor Kerala, our honorable Prime Minister Mr. Modi, our Home Minister, and also the whole embassy of Saudi Arabia. നാളെയായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതർ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് നിർണായക തീരുമാനം. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തൽക്കാലത്തേക്കെങ്കിലും ശിക്ഷ നീട്ടിവച്ചതിലൂടെ തലാലിന്റെ കുടുംബവുമായി കൂടുതൽ ചർച്ചകൾക്കുള്ള സമയം ലഭിക്കും. 24 മിഡിൽ ഈസ്റ്റ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിന് പിന്നിൽ നിർണായകമായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. ചാണ്ടി ഉമ്മൻ MLAയും നിരന്തര പരിശ്രമമാണ് നടത്തുന്നത്. വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിമിഷപ്രിയയ്ക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നയതന്ത്ര പരിമിതിയുണ്ടായിരുന്നു. യമനിലെ മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഉറ്റ സുഹൃത്ത് കാന്തപുരത്തിന്റെ രംഗപ്രവേശം അപ്രതീക്ഷിതമായിരുന്നു. പിന്നീടെല്ലാം വേഗത്തിലായി. കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിലക്ക് തന്നെ പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. നിമിഷപ്രിയയുടെ മോചനത്തിന് ചാണ്ടിയുമ്മനും പരിശ്രമം തുടരുകയാണ്. അമ്മ മറിയാമ്മയ്ക്കൊപ്പം രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെ കണ്ട ചാണ്ടിയുമ്മൻ സാധ്യമായ ഇടപെടലുമായുണ്ട്. നിമിഷപ്രിയ തിരിച്ചു മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കൂട്ടായ ഒരു പരിശ്രമം, അതിനകത്ത് ആദരണീയനായ ഗവർണറിന്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ തുടരുന്ന തമിഴ്നാട് സ്വദേശിയും സാമൂഹ്യപ്രവർത്തകനുമായ സാമുൽ ജെറോമിനും ആശ്വസിക്കാം. വധശിക്ഷ നീട്ടിവെച്ചതിനെ താൽക്കാലിക ആശ്വാസമെന്ന് വിശേഷിപ്പിക്കാം. വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമം വൈകാതെ ഫലം കാണുമെന്നും പ്രതീക്ഷിക്കാം. 24 തിരുവനന്തപുരം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മനുഷ്യത്വവും സാഹോദര്യവുമുള്ള സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കീം റാങ്ക് ലിസ്റ്റിൽ സർക്കാരിന്റെ നയമല്ല, നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. പ്രവേശന നടപടിയെ ബാധിക്കുന്ന തീരുമാനം എടുക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. ഹർജികൾ നാളെ വീണ്ടും കോടതി പരിഗണിക്കും. ഈ മാസം 1 പ്രസിദ്ധീകരിച്ച കീം പരീക്ഷാ ഫലത്തിന് 1 മണിക്കൂർ മുൻപാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്ന് CBSE വിദ്യാർത്ഥികൾ ഹർജിയെ എതിർത്ത് സുപ്രീംകോടതിയിൽ അറിയിച്ചു. പഴയ രീതി പ്രകാരം CBSE വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കേരള സിലബസ് വിദ്യാർത്ഥികളും. സംസ്ഥാനത്തിന് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്നും കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പുറത്തിറങ്ങിയെന്നും പ്രവേശന നടപടികളിലേക്ക് കടന്നുവെന്നും CBSE അറിയിച്ചതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചത്. പ്രവേശന നടപടിയെ ബാധിക്കുന്ന തീരുമാനം ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതി. സർക്കാർ നയമല്ല, നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്നും കോടതി വ്യക്തമാക്കി.
ഹർജി നാളെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുള്ള ആ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല സംസ്ഥാന സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് എതിരാണെന്നും അവർക്ക് അർഹമായ റാങ്ക് പൊസിഷനിൽ നിന്ന് അവരെ പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു വിവേചനപരമാണെന്നും ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതി ഇന്ന് ആശങ്കപ്പെട്ടത് ഈ ഭേദഗതി വരുത്തിയത് ഏറ്റവും അവസാന നിമിഷത്തിലായിപ്പോയി. അതിൽ സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാൻ കൂടിയാണ് കേസ് നാളത്തേക്ക് വച്ചിരിക്കുന്നത്. നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. 24 ഡൽഹി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക്. നാളെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. VC നിയമനത്തിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും. ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനങ്ങളിലേറ്റ തിരിച്ചടി മറികടക്കാൻ ഗവർണർ രാജ്ഭവൻ നാളെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ VC നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കി നൽകാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പഴയ പാനലിലുണ്ടായിരുന്ന ഒരാൾ വിരമിച്ചതിനാൽ സാങ്കേതിക സർവകലാശാലയിൽ പട്ടിക പുതുക്കി നൽകും. ഡിജിറ്റൽ സർവകലാശാലയിൽ പഴയ പാനൽ തന്നെയാകും സമർപ്പിക്കാൻ സാധ്യത. ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ സ്ഥാനമൊഴിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൻ ചെയ്ത പെശകിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാം. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമായെന്നും ചോദിക്കാൻ ആളില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. ഇതിനിടെ SFI ഇന്നും കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം. പാദപൂജ വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ ബാനർ കെട്ടിയ SFI. തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ് SFI പ്രവർത്തകർ ബാനർ കെട്ടിയത്. അതിനിടെ പാദപൂജ വിവാദത്തിൽ ആലപ്പുഴ നൂർനാട് വിവേകാനന്ദ സ്കൂളിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് സമസ്ത. സമയമാറ്റത്തിൽ പിറകോട്ടില്ല എങ്കിൽ പിന്നെ ചർച്ച എന്തിനാണ് എന്നാണ് സമസ്തയുടെ ചോദ്യം. തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ചർച്ച എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് സർക്കാരും സമസ്തയും. എതിർപ്പുള്ള സംസ്ഥയുമായി ചർച്ചയാകാമെന്ന് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം മാറ്റാനല്ല ചർച്ചയെന്ന് കൂടി വ്യക്തമാക്കിയതോടെയാണ് സമസ്ത ഇടഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു പിന്നാലെ ചേർന്ന സമസ്ത വിദ്യാഭ്യാസ സമിതി യോഗത്തിലാണ് ചർച്ചയിലൂടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. സർക്കാർ നിലപാടിലെ അമർഷവും സമസ്ത മറച്ചുവെച്ചില്ല. വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും. സർക്കാരുമായുള്ള ചർച്ചയിൽ സംസ്ഥ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. എന്നാൽ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലടക്കം സംസ്ഥയെ ചൊടിപ്പിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് നിർണായകം. 24 കോഴിക്കോട്. സ്വപ്ന സംഘം മടങ്ങിയെത്തി. We are now seeing great confirmations of the Dragon spacecraft making that's the leader of today's ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് പുത്തൻ ദിശാസൂചിക സമ്മാനിച്ച് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:01 കാലിഫോർണിയയിലെ സാന്റിയാഗോയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ ആക്സിയം 4 ദൗത്യസംഘത്തെയും വഹിച്ച് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട പേടകം 22.5 മണിക്കൂർ സമയമെടുത്താണ് ഭൂമി തൊട്ടത്.
We are now seeing great confirmations of the Dragon spacecraft making its return back to splashdown, so they do break for entry and landing. And excellent. An important aspect of today's specific splash. and it's a little ഇത് പുതുചരിത്രം. വിണ്ണിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും മണ്ണിലിറങ്ങിയ നിമിഷം. ആക്സിയം സ്പേസ് കമ്പനിയുടെ സർക്കാർ സഹായത്തോടെയുള്ള ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായാണ് 4 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. പരിചയസമ്പന്നയായ പെഗി വിറ്റ്സൺ കമാൻഡറായുള്ള ദൗത്യത്തിന്റെ പൈലറ്റായിരുന്നു ശുഭാംശു ശുക്ല. മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി പോളണ്ടിൽ നിന്നുള്ള സ്ലവോഷ് ഉസ്നാൻസ്കി വിസ്നീവ്സ്കിയും ഹംഗറിക്കാരൻ ടിബോർ കാപ്പുവും. സ്പ്ലാഷ് ഡൌണിന് ശേഷം റിക്കവറി ഷിപ്പിലേക്ക് മാറ്റിയ ഡ്രാഗൺ പെടകത്തിന്റെ ഹാച്ച് തുറന്ന് ആദ്യം പുറത്തിറങ്ങിയത് പെഗി വിറ്റ്സൺ, പിന്നാലെ ശുഭാംശു. ISRO ആസ്ഥാനത്തും ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെ ശാസ്ത്രഗവേഷണ സ്ഥാപനങ്ങളിലും ശുഭാംശുവിന്റെ തിരിച്ചുവരവ് തത്സമയം കണ്ട നൂറുകണക്കിന് ആളുകൾ ആവേശഭരിതരായ നിമിഷം. സ്ലവോഷും ടിബോർ കാപ്പുവും പിന്നാലെ പുറത്തിറങ്ങി. സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞ 18 ദിവസം ചെലവഴിച്ചതിനാൽ ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടാൻ കുറച്ചു ദിവസങ്ങൾ ആവശ്യമായി വരും. ഒരാഴ്ചത്തെ പുനരധിവാസം സംഘാംഗങ്ങൾക്ക് ഏർപ്പെടുത്തും. 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച 60 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് ആക്സിയം 4 സംഘം തിരികെ എത്തിയത്. വിവിധ മേഖലകൾക്ക് മുതൽക്കൂട്ടാകുന്ന സുപ്രധാന ശാസ്ത്ര വിവരങ്ങളാണ് ദൗത്യസംഘം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാനിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ലെന്നാണ് ആ ടീമിൽ അംഗമായ ശുഭാംശുവിന്റെ ആദ്യ ബഹിരാകാശ യാത്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. നാട്ടിൽ തിരികെത്തുമ്പോൾ ശുഭാംശുവിന് വലിയ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. സയൻസ് ഡെസ്ക് 24. ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം തങ്ങി മകൻ ഭൂമിയിൽ തിരികെ എത്തിയപ്പോൾ അത് തത്സമയം കണ്ട ശുഭാംശുവിന്റെ മാതാപിതാക്കൾ വികാരഭരിതരായി. പേടകത്തിന്റെ ഹാച്ച് തുറന്ന് ശുഭാംശു പുറത്തേക്കിറങ്ങിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഈർന്നണിഞ്ഞു. മകനെ ഓർത്ത് അഭിമാനമെന്നും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമെന്നും ശുഭാംശുവിന്റെ അമ്മ ആശാ ശുക്ല പറഞ്ഞു. മകൻ സുരക്ഷിതമായി തിരികെ എത്താൻ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അച്ഛൻ ശംഭു ദയാൽ ശുക്ലയും പ്രതികരിച്ചു. बस अब मिलने की मुलाकात है, अभी तक जो है आने की वो थी, अब मिलने की अपेक्षा है. बस जितनी जल्दी मिलेंगे उतनी जल्दी मिलेंगे हमसे. बहुत अच्छा महसूस हो रहा है, बहुत ज़्यादा, बहुत खुशी हो रही है अंदर से, हम बयान नहीं कर सकते. बहुत ज़्यादा प्रधानमंत्री जी ने भी बधाई दी थी और बहुत अच्छा लग रहा है, इसका कोई वर्णन नहीं किया जा सकता, इतना अच्छा. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. എറണാകുളം പനങ്ങാട് കണ്ടെയ്നർ ലോറിയുമായി അന്തർ സംസ്ഥാന മോഷണ സംഘം പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ ഹരിയാന സ്വദേശികളെ പിടികൂടിയത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ തകർത്ത് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ പോലീസ് പരിശോധിച്ചത്. ദേശീയപാത നെട്ടൂരിലായിരുന്നു പരിശോധന. പരിശോധനയിൽ മോഷണ സംഘമാണ് കണ്ടെയ്നറിലുള്ളത് എന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് കണ്ടെയ്നറും ഇതിലുണ്ടായിരുന്ന 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. നമ്മളിവരെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. അല്ല, അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. ഇവർക്ക് പ്രീവിയസ് കേസിന്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും കൂടിയാണ്. പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറി ജനൽ തകർത്ത പുലർച്ചെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ അതിസാഹസികമായി ഇയാളെ പിടികൂടി. പിടിയിലായവരിൽ 2 പേർ ഹരിയാന സ്വദേശികളും ഒരാൾ രാജസ്ഥാൻ സ്വദേശിയുമാണ്. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവർ. കണ്ടെയ്നറിൽ നിന്ന് ഗ്യാസ് കട്ടറടക്കം പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ച് കണ്ടെയ്നറിലാക്കി രക്ഷപ്പെട്ട സംഘത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. റാഫി കരീം, 24, കൊച്ചി. മിൽമ പാൽവില വർധന ഉടൻ ഉണ്ടാകില്ല. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 5-അംഗ സമിതിയെ തീരുമാനിച്ചെന്ന് മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. പഠന റിപ്പോർട്ടിന് ശേഷമാകും തീരുമാനമെടുക്കുക. തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നത്. കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടൽ തേടി ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ അമ്മ ശൈലജ. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാൻ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് ശ്രമിക്കുന്നു. ഇത് തടയാൻ കോൺസുലേറ്റ് ഇടപെടണം എന്നാണ് ആവശ്യം. 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കണമെന്നും ഷാർജയിലുള്ള ശൈലജ പറഞ്ഞു.
നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതല്ല, ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. ഷാർജയിൽ നടന്ന സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിന് പരിമിതിയുള്ളതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഷാർജയിലെത്തിയ വിഭജികയുടെ അമ്മ ശൈലജ ഷാർജ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നതിനൊപ്പം ഷാർജ പോലീസിലും പരാതി നൽകും. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരനിൽ നിന്ന് കവർന്ന 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെടുത്തു. ഒന്നാം പ്രതി ഷിബിൻ ലാലിന്റെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് പോലീസ് പണം കണ്ടെത്തിയത്. 32 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നിർണായക കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 11-നാണ് പട്ടാപ്പകൽ 40 ലക്ഷം രൂപ ഷിബിൻ ലാൽ കവർന്നത്. 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് 55,000 രൂപ കണ്ടെത്തിയെങ്കിലും ബാക്കി പണം എവിടെയെന്നതിന് അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിച്ചില്ല. എന്നാൽ ഷിബിൻ ലാലിന്റെ ഭാര്യ കൃഷ്ണലേഖ, ബന്ധു ദിനരഞ്ജു എന്നിവരെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഇതോടൊപ്പം CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതോടെ 39 ലക്ഷത്തിന് ഉത്തരമായി. ശാസ്ത്രീയ തെളിവുകൾ വച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഷിബിൻ ലാൽ കുറ്റം സമ്മതിച്ചു. വീടിനടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ട പണവും പുറത്തെടുത്തു. ഏതാണ്ട് 325ഓളം CCTV ഫുട്ടേജുകളാണ് കളക്ട് ചെയ്തത്. ഈ സാധനം പ്രതിയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നും ഇത് വേറെ എവിടെയും ചിലവായി പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലായിരിക്കാം പ്രതി SIയോട് കുറ്റസമ്മതം നടത്തി ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഞാൻ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ബാഗിൽ നിന്ന് ഷിബിൻ ലാലിന്റെ പേഴ്സും ആധാർ കാർഡും മറ്റു ബാങ്ക് രേഖകളും കണ്ടെത്തി. പണം ഇനി കോടതിയിൽ കൈമാറും. 39 ലക്ഷം രൂപ എവിടെയെന്ന ചോദ്യമായിരുന്നു അന്വേഷണ സംഘത്തെ കുഴക്കിയത്. കൊണ്ടോട്ടിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് നിർണായകമായി. പിന്നീട് വളരെ വേഗത്തിലായിരുന്നു പോലീസിന്റെ നടപടി. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും NCP അജിത് പവാർ വിഭാഗത്തിന്റെ അന്ത്യശാസനം. ഒരാഴ്ചയ്ക്കകം MLA സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടിയെടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേൽ അയച്ച കത്തിലെ ഭീഷണി. എന്നാൽ പ്രഫുൽ പട്ടേലിന്റെ കത്തിന് പാർട്ടി ഭരണഘടനയുടെ പിൻബലം പോലുമില്ല എന്നാണ് AK ശശീന്ദ്രന്റെ പ്രതികരണം. NCPയിലെ പിളർപ്പിൽ ശരത് പവാറിനൊപ്പം നിൽക്കുന്നവർ എന്ന നിലയിലാണ് മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും അജിത് പവാർ വിഭാഗം അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഇരു നേതാക്കളും ശരത് പവാറിനൊപ്പം നിൽക്കുന്നതാണ് അജിത് പവാർ വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുമാണ് അജിത് പവാർ വിഭാഗം നേതാവ് പ്രഫുൽ പട്ടേൽ അയച്ച കത്തിൽ പറയുന്നത്. കത്ത് ലഭിച്ച് ഒരാഴ്ചയ്ക്കകം MLA സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മെയ് 20 അയച്ച കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അജിത് പവാർ വിഭാഗത്തിന്റെ അന്ത്യശാസനം NCP സംസ്ഥാന ഘടകം കണക്കിലെടുക്കുന്നില്ല. വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് എന്നീ 2 സ്ഥാനങ്ങളില്ല. നാഷണൽ പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റിയും ട്രഷററും മാത്രമാണുള്ളത്. ഇത് ഒരു ബേസ്ലെസ് കത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ക്ലിയർ അല്ലേ, നമ്മൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന് ഇങ്ങനെ കത്ത് തരാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല. എന്നാൽ AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനാണ് അജിത് പവാർ പക്ഷത്തിന്റെ തീരുമാനം. എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ സ്പീക്കറെ കണ്ട് കത്ത് കൊടുക്കാൻ പോവാണ് ഇവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടി. ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും, ഒരു സംശയമില്ല, അതിലേക്കാണ് നീങ്ങുന്നത്. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിലെ സംഘടനാ പ്രശ്നത്തിൽ മുന്നറിയിപ്പുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശാവഹമല്ല, അച്ചടക്കത്തിന്റെ വാളോങ്ങാൻ തയ്യാറല്ല എന്നും സണ്ണി ജോസഫ്. കോഴിക്കോടും കാസർഗോഡും തെരുവുനായ ആക്രമണം. ചാത്തമംഗലത്ത് തെരുവുനായ ആക്രമണത്തിൽ 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. നീലേശ്വരം അഴിത്തല ബോട്ട് ജെട്ടിക്ക് സമീപം 3 പേർക്ക് നായയുടെ കടിയേറ്റു. ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം കുന്നിക്കോട് തെരുവുനായുടെ കടിയേറ്റ് മരിച്ച നിയ ഫൈസലിന്റെ മാതാവ്. ചികിത്സ നൽകുന്നതിൽ കാലതാമസം മാത്രമല്ല, ചികിത്സാ പിഴവും ഉണ്ടായെന്ന് മാതാവ് ഹബീറ 24നോട് പറഞ്ഞു.
തിരുവനന്തപുരം കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളി നിയമന ലിസ്റ്റിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുവെന്നാരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് കൗൺസിലർമാർ കോർപ്പറേഷനിൽ പ്രതിഷേധിച്ചു. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന്റെ മോചനത്തിന് സർക്കാർ ഉത്തരവിറങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് പുറത്തിറങ്ങാം. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതി മുറിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ്. തൊണ്ടി മുതലുകളും ഫയലുകളും കത്തിനശിച്ചുവെന്ന് റൂറൽ SP S സുദർശൻ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ നിയമനിർമ്മാണത്തിലെ മുൻ നിലപാടിൽ നിന്നും പിൻവലിഞ്ഞ് സർക്കാർ. നിയമനിർമ്മാണം സജീവ പരിഗണനയിലെന്ന് സർക്കാർ കോടതിയിൽ. വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.